ഓപ്പോസിഷൻ ഇപ്പോൾ പറയുന്നത് ഉറപ്പായിട്ടും ഈ ബില്ല് വരും, ഡീലിമിറ്റേഷൻ വരും. ഡീലിമിറ്റേഷൻ വന്നാൽ രസം അതാണ്, കോൺഗ്രസ് മാത്രമാണ് ഇപ്പോൾ അതിനെ എതിർക്കുന്നത്. ബാക്കി കക്ഷികളൊക്കെ ബില്ല് വരട്ടെ നോക്കാം എന്നൊക്കെ പറഞ്ഞാണ് നിൽക്കുന്നത്. മിക്കവാറും ഇവർ അനുകൂലിക്കും. അങ്ങനെയാണെങ്കിൽ ഡീലിമിറ്റേഷനും വിമൻസ് റിസർവേഷനും പാസ്സായി പോകാനാണ് സാധ്യത. അങ്ങനെ ഉണ്ടെങ്കിൽ 29-ൽ ഇലക്ഷൻ, കേരളത്തിൽ നിയമസഭാ ഇലക്ഷനും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഉണ്ട്. അത് നല്ലതുമാണ്. അതെ. ലോക്സഭയിൽ കേരളത്തിൻ്റെ കാര്യം നോക്ക്. ലോക്സഭയിൽ 20, 10, 30 പേർക്ക് മത്സരിക്കാം. സ്ഥാനാർത്ഥിയാവുക എന്നുള്ളതാണല്ലോ ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഏറ്റവും വലിയ മോഹം എന്ന് പറയുമ്പോൾ, സ്ഥാനാർത്ഥിയാവുക, ജയിക്കുക, ഇതാണ്. അപ്പോൾ 30 പേർക്ക് അവസരങ്ങൾ. കേരളത്തിലെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ LDF, UDF, BJP ഗ്രൂപ്പ്, NDA എടുത്തു കഴിഞ്ഞാൽ ഈ 3 ഗ്രൂപ്പിനും 30 സ്ഥാനാർത്ഥി വീതം മത്സരിപ്പിക്കാം. എന്താ സന്തോഷം. നിയമസഭയിലേക്ക് 140, 70, 210. അപ്പോൾ എനിക്കും വായിജത്തിനുമൊക്കെ ചിലപ്പോൾ ഒരു MLA ആയിട്ട് മത്സരിക്കാൻ സാധ്യത. ഇങ്ങനെ ആണ് രാഷ്ട്രീയക്കാരുടെ മനസ്സ് പോകും, ഞാനീ പറഞ്ഞ രീതി. അതെ. അങ്ങനെയുള്ളവർ മെല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാൻ തുടങ്ങി, അല്ലടാ നമ്മൾ എന്തിനാ ഈ ഡീലിമിറ്റേഷനെ എതിർക്കുന്നത്? എനിക്കറിയാമല്ലോ നേതാവ്. നീ ഒരു കാര്യം ആലോചിച്ച് നോക്ക്, 2 സീറ്റുണ്ട്, ഇപ്പം നമ്മൾ 2 പേരും മത്സരം. നാരായണൻകുട്ടി പുറത്ത് നിൽക്കില്ല, അവൻ നമ്മളെ പാര വയ്ക്കും, ഉറപ്പല്ലേ? പാര വയ്ക്കും. അപ്പോൾ 2-ന് പകരം 3 സീറ്റായി കഴിഞ്ഞാൽ നാരായണൻകുട്ടിക്കും സീറ്റ് കൊടുത്താൽ അവനും സന്തോഷം, നമുക്ക് 2 പേർക്കും സന്തോഷം. ശരിയാണ്. പിന്നെ എന്തിനാ നമ്മൾ ഈ ബില്ലിനെ എതിർക്കുന്നത്? 2 എന്നുള്ളത് 3 ആകുന്നു. നാരായണൻകുട്ടിയെ കൂടെ നമ്മുടെ ഗ്രൂപ്പിൽ വരും. ഇത്രയിൽ അവൻ പണ്ടേ നമ്മുടെ കൂട്ടുകാരനാണല്ലോ. ഈ കളിയിൽ നമ്മളവനെ തോൽപ്പിച്ചെന്നേ ഉള്ളൂ. 2 സീറ്റേ ഉള്ളൂ. 3 സീറ്റ് മത്സരിക്കാനുണ്ടെങ്കിൽ ഈ പറഞ്ഞ നാരായണൻകുട്ടിയും കൂടെ MLA ആകാൻ സന്തോഷമാകും. ഈ സംഗതി ക്ലിക്ക് ചെയ്തു. സമാജ്വാദി പാർട്ടിയിൽ, DMK-യിൽ, ശിവസേനയിൽ, TMC-യിൽ എല്ലാ MP-മാരും അത് ശരിയല്ല. ഇപ്പം കൂടുതലല്ല. അല്ല, അപ്പം സൗത്തിന് കുറഞ്ഞു പോയി. ചുമ്മാ ഇരിക്കും. സൗത്തിന് ഇപ്പോൾ കുറവല്ലേ? ഇത് സംഭവം എന്താണെന്ന് അറിയാം. സൗത്ത് ചെറുതാണ്, അതുകൊണ്ട് MP-മാർ കുറവാണ്. ഇന്ത്യയുടെ കിടപ്പ് നോക്കി ഇങ്ങനെ കൂർത്ത് താഴത്തേക്കല്ലേ വരുന്നത്. ഈ മൊനമ്പിൽ കൊണ്ടുപോയിട്ട് 5000 സീറ്റ് കൊടുക്കാൻ പറ്റുമോ? വികസിച്ച് അവിടെ കൂടുതൽ, അവിടെ ആൾതാമസം കൂടുതലുണ്ട്, ഇവിടെ ആൾതാമസം കുറവാണ്. കുറയാൻ കാര്യം എന്താ? ഇവിടെ സ്ഥലം കുറവാണ്, ഇങ്ങനെ കൂർത്താണ് വരുന്നത്. ഇറ്റ്സ് എ മാറ്റർ ഓഫ് കോമൺ സെൻസ്. ഇപ്പോൾ സൗത്തിൽ എപ്പോഴും കുറവായിരിക്കും MP-മാർ. അത് നമുക്ക് തിരുത്താൻ പറ്റുമോ? ഇന്ത്യയുടെ ഭൂമിശാസ്ത്രം നമുക്ക് മാറ്റി എഴുതാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരം നമ്പറുകളൊക്കെ അടിക്കാതെ ഈ ബില്ലങ്ങ് പാസ്സായി കഴിഞ്ഞുണ്ടല്ലോ. എൻ്റെ ഭാര്യയ്ക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നുണ്ട്. ഞാൻ മത്സരിക്കുന്നത് കൊണ്ട് അവൾ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുക. വിമൻസ് റിസർവേഷൻ വന്നു കഴിഞ്ഞാൽ അവൾക്കും ഒരു സീറ്റായി, എനിക്കും സീറ്റായി, മൊത്തം സീറ്റിൻ്റെ എണ്ണം കൂടി. റിസർവേഷൻ അവൾക്ക് കിട്ടി, എൻ്റെ സീറ്റ് പോകുന്നുമില്ല. മൊത്തത്തിൽ സന്തോഷം. ഈ ഒരു സാധനം എല്ലാ പാർട്ടിയിലും ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. രാഹുൽ ഗാന്ധി എന്ത് ചെയ്തു? വാതിൽ കൂട്ടിയാൽ BJP എന്തുകൊണ്ടുവന്നാലും ഞങ്ങൾ എതിർക്കും. ഇതിങ്ങനെ കൂടുതൽ ചർച്ച ചെയ്ത് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ്സിലെ കുറച്ച് പേര് രാഹുൽ ഗാന്ധിയോട് പറയും, ഇതെന്തിനാണ് ചേട്ടൻ ഞങ്ങളുടെ കഞ്ഞി മുടക്കുന്നത്? ഞങ്ങൾക്ക് എന്തെങ്കിലും സീറ്റൊക്കെ കിട്ടി ഞങ്ങൾ ജീവിച്ചു പോട്ടെ. ചേട്ടൻ ഏതായാലും എവിടെ നിന്ന് കഴിഞ്ഞാൽ ചേട്ടന് വോട്ട് ചെയ്യാൻ വിധിക്കപ്പെട്ടവരാണ്. ചേട്ടനും മറ്റേ ചേച്ചിക്കും പ്രിയങ്കയ്ക്കും. നിങ്ങൾക്ക് ഇത് പ്രശ്നമല്ല, ഞങ്ങൾക്കിത് പ്രശ്നമല്ലേ? ഈ ഒരു ചോദ്യം കോൺഗ്രസ്സിനുള്ളിൽ വരും. അതുകൊണ്ട് കോൺഗ്രസ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഏറ്റവും വേഗം ഈ ബില്ല് വരണമെന്നും കോൺഗ്രസ് അതിന് എതിര് പറയണമെന്നാണ്. മറ്റുള്ളവർ ബില്ല് വരട്ടെ നോക്കാം എന്ന് പറയുന്നത് അവർ ഈ ബില്ലിനെ അനുകൂലിക്കും എന്നുള്ളത് കൊണ്ടാണ്. ആ തമാശകളൊക്കെ ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാകും. വിശദമായിട്ട് കാണാം. ഇപ്പോൾ ഈ കഴിയട്ടെ. ഇപ്പോൾ ലോക്സഭ തുറന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരാവശ്യമുണ്ട്. രാമക്ഷേത്രത്തെ പറ്റിയും പ്രധാനമന്ത്രി പ്രസ്താവന നടത്തും. അതിലൊരു 3 ദിവസം പോകും. കട്ടിക്കിടിച്ച അങ്ങേരെ ഒരു പ്രസ്താവന നടത്താൻ പോകില്ല. കാരണം SIT റിപ്പോർട്ട് ഇന്നലെ തന്നെ സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. സുപ്രീം കോടതി പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസിൽ പ്രധാനമന്ത്രി ലോക്സഭയിൽ അഭിപ്രായം പറഞ്ഞുകൂടാ. നിയമപരമായിട്ട് തന്നെ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതിൽ പ്രസ്താവന ചെയ്യുന്നത് അനുചിതമാണ്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി ഒന്നും പറയാൻ പോകുന്നില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ബഹളം വെച്ച് ഇങ്ങനെ 2-3 ദിവസം, ആദ്യത്തെ 2-3 ദിവസം അങ്ങനെ പോകും. അത് കഴിഞ്ഞിട്ട് റിയൽ ബില്ലും സംഗതിയൊക്കെ ആയിട്ട് വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.